ഇലക്ട്രിക്കൽ മെഷീൻസിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവിംഗ് പാർട്സ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ഏകദേശം 95%. ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും ട്രാൻസ്ഫോമറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. പക്ഷേ ഒരു ട്രാൻസ്ഫോമറിനെ നേരിട്ട് കാണുമ്പോൾ അതിലെ ചില ഭാഗങ്ങളെക്കുറിച്ചെങ്കിലും നമുക്ക് ചെറിയൊരു ധാരണക്കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ആളല്ലെങ്കിൽ. അങ്ങനെയുള്ള ഒരാൾ എന്നോട് ചോദിച്ച ഒരു സംശയത്തിൽ നിന്നാണ് ഈ വീഡിയോ. ട്രാൻസ്ഫോമറിനെ കുറിച്ച് അറിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ കൺസെപ്റ്റ് കുറച്ചുകൂടി മികച്ചതാക്കാനും ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും പുതിയതായിട്ട് അറിയാനും ഈ വീഡിയോ സഹായിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കോളേജിലൊക്കെ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കോറ്, വൈൻഡിങ്ങിൻ്റെ രീതികൾ, കോറിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാറ്. അപ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ചില ഭാഗങ്ങൾ. ട്രാൻസ്ഫോമറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ബുസ്റ്റോൾസ് റിലേ, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ തുടങ്ങിയവയെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇവയെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയി ഉൾപ്പെടുത്താം. ട്രാൻസ്ഫോമറിലെ ബ്രീതർ, എക്സ്പ്ലോഷൻ വെൻറ്റ്, റേഡിയേറ്റർ ട്യൂബ്സ് എന്നിവയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ബ്രീതറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും കൺസർവേറ്റർ ടാങ്കിനെ കുറിച്ചും പറയാതെ വയ്യ. ആദ്യം ട്രാൻസ്ഫോമറിലെ ബ്രീതറിൻ്റെ വർക്കിംഗ് നോക്കാം. ട്രാൻസ്ഫോമർ കൂടുതൽ നേരം വർക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ടാങ്കിലെ ഓയിൽ ചൂടാവുകയും അത് വികസിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ടാങ്കിൽ നിന്ന് ഓയിൽ കൺസർവേറ്റർ ടാങ്കിലേക്ക് മൂവ് ചെയ്യുന്നു. കൺസർവേറ്റർ ടാങ്ക് എപ്പോഴും 2% മാത്രമേ ഫില്ല് ചെയ്യാറുള്ളൂ ഓയിൽ ഉപയോഗിച്ച്. ബാക്കി 1/3 ഭാഗം വേക്കൻ്റ് ആയിരിക്കും. പിന്നീട് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ചൂട് കുറയുമ്പോൾ ഇത് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് തിരിച്ച് മെയിൻ ടാങ്കിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ട്രാൻസ്ഫോമർ ഓയിൽ വികസിച്ച് കൺസർവേറ്റർ ടാങ്കിലേക്ക് പോകുമ്പോൾ കൺസർവേറ്റർ ടാങ്കിൽ നിന്നുള്ള എയർ ബ്രീതർ വഴിയാണ് ട്രാൻസ്ഫോമറിൻ്റെ പുറത്തേക്ക് പോകുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ ട്രാൻസ്ഫോമർ ഓയിൽ തണുത്ത് പഴയ അവസ്ഥയിലേക്ക് മാറുമ്പോൾ പുറത്തു നിന്നുള്ള എയർ കൺസർവേറ്റർ ടാങ്കിലേക്ക് കയറുന്നു. ഇതും ബ്രീതർ വഴിയാണ്. ട്രാൻസ്ഫോമറിന് പുറത്തു നിന്ന് എയർ ട്രാൻസ്ഫോമറിനകത്തേക്ക് വരുന്ന ഈ സമയത്ത് ഈ എയർ വഴി ഒരു കാരണവശാലും പൊടിയോ ജലാംശമോ അകത്തേക്ക് വരാൻ പാടില്ല. ഇതിനു വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കൺസർവേറ്റർ ടാങ്കിന് ശേഷം ബ്രീതർ കണക്ട് ചെയ്യുന്നത്. ഇതിൽ ബ്രീതറിനകത്ത് ഓയിലും സിലിക്ക ജെല്ലുമുണ്ട്. ഓയിലിൻ്റെ ഒരു സെക്ഷനും സിലിക്ക ജെല്ലിൻ്റെ മറ്റൊരു സെക്ഷനും. ഇതിൽ ഓയിൽ ഉപയോഗിക്കുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പൊടി അകത്തേക്ക് പോകുന്നത് തടയാനും സിലിക്ക ജെല്ല് ജലാംശത്തെ വലിച്ചെടുക്കാനാണ് ഉപയോഗിക്കുന്നത്. കൺസർവേറ്റർ ടാങ്കിലെ ഓയിൽ ബ്രീതർ കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് വഴി ബ്രീതറിലേക്ക് വരില്ലേ എന്നുള്ള സംശയം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ കൺസർവേറ്റർ ടാങ്കിലെ 1/3 മൂന്നിലൊരു ഭാഗം വേക്കൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഭാഗത്താണ് ബ്രീതർ കണക്ട് ചെയ്യുന്ന പൈപ്പ് ഉള്ളത്. അതുകൊണ്ട് കൺസർവേറ്റർ ടാങ്കിലെ ഓയിൽ ഒരിക്കലും ബ്രീതർ വഴി പുറത്തേക്ക് പോകില്ല. അടുത്തത് എക്സ്പ്ലോഷൻ വെൻറ്റ്. ഇത് ഒരു സേഫ്റ്റി ഡിവൈസാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ ട്രാൻസ്ഫോമർ ടാങ്കിനുള്ളിലെ പ്രഷർ കൂടുകയും ഇത് അപകടകരമായ നിലയിൽ കൂടി ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാതിരിക്കാനുമാണ് എക്സ്പ്ലോഷൻ വെൻറ്റ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമർ ടാങ്കിൻ്റെ വാളിനേക്കാൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറവായ 2 ഡയഫ്രംസ് എക്സ്പ്ലോഷൻ വെൻറ്റുകളിലുണ്ട്. ഒന്ന് താഴെയുള്ള വശത്തും ഒന്ന് എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ മുകളിലെ വളഞ്ഞിരിക്കുന്ന അറ്റത്തിന് താഴെയുമായിട്ടാണ് ഈ 2 ഡയഫ്രംസ് ഉള്ളത്. ഇതിൽ ഓരോ മുകളിലെ ഡയഫ്രത്തിന് മുകൾ ഭാഗത്തും ഡയഫ്രത്തിൻ്റെ താഴെ ഭാഗത്തും ഓരോ വയർ മെഷ് കൂടിയുണ്ട്. മുകൾ ഭാഗത്തെ വയർ മെഷ് മുകളിലെ ഡയഫ്രത്തിനെ പുറത്തുനിന്നുള്ള ഒന്നുകൊണ്ട് നശിപ്പിക്കപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ താഴത്തെ വയർ മെഷ് താഴത്തെ ഡയഫ്രം പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ പാർട്സ് ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ടാങ്കിലേക്ക് പോകാതെ സൂക്ഷിക്കുന്നു. ഇനി ട്രാൻസ്ഫോമറിൽ ഏതെങ്കിലും കാരണവശാൽ അപകടകരമായ ഒരു പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നതിന് പകരം ഈ ഡയഫ്രം പൊട്ടുകയും അതുവഴി പ്രഷർ റിലീസ് ആവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് അവസാനത്തെ ഭാഗം റേഡിയേറ്റർ ട്യൂബ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ 3 ഭാഗങ്ങൾ മാത്രമല്ല, ഒരുപാട് പാർട്ടുകൾ ട്രാൻസ്ഫോമറിൽ ഇനിയുമുണ്ട്. ഉദാഹരണത്തിന് OLTC, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ, ബുസ്റ്റോൾസ് റിലേ, ബുഷിങ്സ്, അങ്ങനെ വീണ്ടും പാർട്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ കൂടുതൽ വലുതാക്കാതെ റേഡിയേറ്റർ ട്യൂബ്സിലേക്ക് പോകാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റേഡിയേറ്റർ ട്യൂബ്സിനെ മുകളിലും താഴത്തുമായി 2 ഹോറിസോണ്ടൽ ട്യൂബും മുകളിലെ ട്യൂബിനെയും താഴത്തെ ട്യൂബിനെയും കണക്ട് ചെയ്തുകൊണ്ട് കുറച്ചധികം വെർട്ടിക്കൽ ട്യൂബുകളും ഉണ്ട്. ഇതിൽ ട്രാൻസ്ഫോമർ ടാങ്കിൽ നിന്ന് ട്രാൻസ്ഫോമർ ഓയിൽ മുകളിലെ ഹോറിസോണ്ടൽ ട്യൂബിലേക്ക് കടക്കുകയും ഈ ട്യൂബിൽ നിന്ന് ഈ ട്രാൻസ്ഫോമർ ഓയിൽ പല വെർട്ടിക്കൽ ട്യൂബുകളിലേക്ക് സ്പ്ലിറ്റായി താഴെയുള്ള ഹൊറിസോണ്ടൽ ട്യൂബിലേക്ക് വരുന്നു. ഇങ്ങനെ സ്പ്ലിറ്റായി വരുമ്പോൾ ഇങ്ങനെ വരുന്ന ഓയിലിന് കൂടുതൽ കോണ്ടാക്റ്റിവിറ്റി കിട്ടുന്നു. കാരണം
വെർട്ടിക്കലായിട്ടുള്ള ട്യൂബിൻ്റെ ഏരിയ കൂടുതലാണ്. അങ്ങനെ കൂടുതൽ ഏരിയയിലൂടെ ഈ ട്രാൻസ്ഫോമർ ഓയിൽ കടന്നു പോകുമ്പോൾ ഹീറ്റ് പെട്ടെന്ന് ഡിസിപ്പേറ്റായി താഴെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ താപനില കുറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ കൂളിങ്ങിനാണ് റേഡിയേറ്റർ ട്യൂബ്സ് യൂസ് ചെയ്യുന്നത്.